Hi guys, welcome to a പുതിയ ദിവസം. ഇങ്ങക്ക് എന്റെ മൂന്ത കാണുമ്പോ തന്നെ മനസ്സിലാവില്ല എനിക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ക്ലാസ്സിന് പോകുന്നത്. പിന്നെ ഒരു ചടങ്ങായതോടെ പിന്നെയാണ് തീർക്കാന്ന് വിചാരിച്ചു. ആ പട്ടിക്കൊക്കെ എന്ത് സുഖാലി, എന്തെങ്കിലും തിന്ന എവിടെയും പോയി കടന്നുറങ്ങും, ആരും ചോദിച്ചാനും വരില്ല, ഒന്നും മറുപടിയും പറയണ്ട. എടാ ഇന്നൊരു സംഭവം ഉണ്ടായി. സംഗതി ഞാനും വാപ്പിയും സെനനെ വട്ടട്ട് പിടിച്ചതാണെങ്കിലും ഞാൻ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ പിടിച്ച് കയറിയത് ലേഡീസിന്റെ കമ്പാർട്ട്മെന്റിൽ. എനിക്ക് പിന്നെ എന്റെ സംരക്ഷണം നോക്കണമല്ലോ, അതിനോട് ഞാൻ വീഡിയോ ഓൺ ആയിക്കോട്ടെ പേടിച്ചിക്കാണ് ഉള്ളിക്കാണ് കയറി ചെന്ന്. പണ്ട് പപ്പു പറഞ്ഞാൽ നടക്കുമ്പോ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ നമ്മളെ എഞ്ചിൻ തവിട് പൊടി. പഠിച്ചോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയിട്ട് അവിടെ ഇരുന്ന് അപ്പോഴൊരു സമാധാനമായത്. ബസ്സർ ഇങ്ങനെ ക്ലാസ്സിൽ നടന്നപ്പോ തൊട്ടടുത്ത കൂൾബാറിന്റെ ചില്ലും കൂടുന്ന പപ്സിന് നോക്കി ഒരേ ചെറി, പിന്നെ ഒന്നും നോക്കിയില്ല. അവൾക്കൊരു കടിയാണ് കൊടുത്ത് കൊച്ചു കള്ളി. കെമ്മി കയറിക്കാണ്ട് ഓക്കാനശന്റെ ക്ലാസ്ക്കും തലട്ടോക്കിയത്. ഓനാണെങ്കിൽ പുടുത്തം വിട്ട പഠിക്കും. തൊട്ടപ്പുറത്തേക്കാണ് ഫിദ പൂക്കി മതി ഓക്കാനശനെ പടുവാഴ പൂക്കിയാക്കി മാറ്റാൻ വേണ്ടിട്ട്. ഇന്റെ ക്ലാസ്സിലുണ്ട് ഈ ഒരു ഷഹബാസ്. എപ്പ കണ്ടാലും ഇപ്പൊ ഈ ദമ്മ് മൂന്ന ഞാൻ കാണണം. പിന്നെ ഈ ഒരു കണ്ണാപ്പി റിഫി. ഇവളെന്താ ചെയ്യണെന്ന് ഇവൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ കംപ്ലീറ്റ് ഉഴപ്പൊക്കെ മാറ്റി ഫുൾ വർക്ക് ഹോൾക്ക് പഠിപ്പിയാവുന്ന വിചാരിച്ചു. അല്ല പിന്നെ അനാശന്റെ ക്ലാസ് നോക്കുമ്പോൾ ഓൺ ഡൗട്ട് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഈ നായ അതിൽ മാത്രം വലുതായ ഇത് കണ്ടില്ലേ. എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മളോട് ഒടുക്കത്തെ സ്നേഹമാണ്. എന്താ ചെയ്യാ. ഇന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ടിൽ മോൻ അനാശിനെ ഓന് സ്പ്ലെൻഡർമ പോവാന്നാണ് വിചാരിച്ച്. പോയി ഞങ്ങൾ ലുലുമാളിലൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് ഞങ്ങൾ ഹൈലി റിച്ച് ആയതുകൊണ്ട് തൊട്ടപ്പുറത്തെ പെട്ടിപ്പിടുന്ന് ബംഗാളിക്കാക്കാണ് കരിമ്പ്യൂസനെ കുടിച്ച്. അല്ല പിന്നെ ഈ അനാശൻ ഇങ്ങനെ ഹിന്ദിക്കാരെ കാണുമ്പോൾ ഈ പെണ്ണ് കിട്ടാത്തവർക്ക് കുറെ കാലം കഴിഞ്ഞ് പെണ്ണ് സെറ്റായ ഒരു തൊര ഉണ്ടാവില്ല. അങ്ങനെയാണ് അവന്റെ കാട്ടിക്കൂട്ടല്. അങ്ങനെ എന്നിട്ട് അനാശിനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ KSRTC കയറി കണ്ട് മുന്നിൽ കൂടെയാണ് കയറി. പക്ഷെ ഞാൻ നേരെ ബാക്ക് പോയിട്ടിരുന്നു. പേടിയാണ്. ബസ് ഇറങ്ങി മാനേജർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി കാററ്റും വന്ന് നേരെ പെരീക്കാണ് വിട്ടു. ജീവിതം എന്താ സിമ്പിൾ അല്ലേ. So that's it for today. എന്താ പറ്റിയ എല്ലാവരും ഫോളോ ചെയ്യാ.